അപ്പോൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥകളുണ്ടല്ലോ. ഈ മൂന്നവസ്ഥ ആർക്കാ? ജീവന്. ജാഗ്രത എന്ന് പറയുന്നതാണതാ ഇപ്പോൾ നമ്മളെല്ലാവരും ഉണർന്നിരിക്കുന്നു, പരസ്പരം കാണുന്നു, പാരസ്പര്യം വേണ്ടുവോളം ഉണ്ട്. എല്ലാവരും കാണുന്നത് കൊണ്ടും ഉണർന്നിരിക്കുന്നത് കൊണ്ടും നമുക്ക് പൊതുവെ ഒരു ജഗത്ത് നമ്മുടെ മുൻപിലുണ്ട്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഉണർന്നിരിക്കുകയാണല്ലോ. ഈ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും ഒരുപോലെ നമ്മുടെ അവസ്ഥകളാണ്. എങ്ങനെ ഉണർന്നിരുന്നോ അതുപോലെയാണ് ഉറങ്ങുന്നത്, അതുപോലെയാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നദ്രഷ്ടാവോ ജാഗ്രത ദ്രഷ്ടാവോ സുഷുപ്തി ദ്രഷ്ടാവോ വേറെ വേറെയല്ല, ഒരേ ഒരാളാണ്. സ്വപ്നം എന്ന് പറയുന്നത് എണീക്കുന്നത് വരെ മാത്രം പ്രാബല്യമുള്ള ഒരു സ്ഥിതിവിശേഷം, ഒരവസ്ഥാവിശേഷം. എണീറ്റ് കഴിഞ്ഞാൽ അവിടെ ആ കണ്ടതും കേട്ടതും ഒന്നും യാതൊന്നുമില്ല. അപ്പോൾ ആ കണ്ടത് മുഴുവൻ വാസ്തവത്തിൽ വസ്തുനിഷ്ഠമാണോ? അല്ല. വസ്തുനിഷ്ഠമാണെങ്കിൽ അതുണ്ടാവണമല്ലോ, അത് ഉണ്ടാവണില്ല. അതിനാൽ വസ്തുനിഷ്ഠമല്ലാത്തതിന് എന്താ പറയുക? മായാമാത്രം. കാണുന്നതിന് മാത്രം, അനുഭവിക്കുന്നതിന് മാത്രം അന്വേഷണമോ പരിശോധനയോ നടത്തിയാൽ ഇല്ല എന്ന് ബോധ്യമാവുന്നു. അപ്പോൾ സ്വതവേ ഇല്ലാത്തതും ഉണ്ടെന്ന് തോന്നിക്കുന്നതും ആ തോന്നലിലൂടെ നമ്മളെ പല വിധത്തിലും പ്രതികരിപ്പിക്കുന്നതുമായ ഒരു സ്ഥിതിവിശേഷമാണ് സ്വപ്നം എന്ന് മനസ്സിലാവണു. അപ്പോൾ എന്തു വേണം? ഈ കാണുന്നതൊക്കെ ഒരു മായാമാത്രമാണ്, വാസ്തവത്തിലൊരു തോന്നലേ ഉള്ളൂ. 16 മണിക്കൂർ ഉണർന്നിരുന്ന ആ ലോകമുണ്ടല്ലോ, അര സെക്കൻഡ് കൊണ്ട് ഫുഷ് അങ്ങോട്ട് മാച്ചു കളഞ്ഞു. സമ്മതിച്ചു, സ്വപ്നം വന്നുപോയി. ജാഗ്രതം അതുപോലെയാണ്. അപ്പോൾ എല്ലാം എഴുതി തള്ളി വിസ്മരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയുണ്ടോ? ഇല്ല. ഈ സ്വപ്നത്തെയും സുഷുപ്തിയെയും ജാഗ്രതനെയും എല്ലാം തന്നെ കാണിച്ചു തരുന്ന, ആവർത്തിച്ച് കൊണ്ടുവരുന്ന ഒരു ദ്രഷ്ടാ എന്നൊന്നുണ്ട്, കാണുന്നവൻ. ആ ദ്രഷ്ടാരം പരം സ്മരേത്. അതാണ് ഇവിടെയുള്ള പരമസത്യം. അതെവിടെയാ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ. അതിനന്വേഷിച്ച് പുറത്തേക്ക് പോകണോ? വേണ്ട. ഏത് ക്ഷേത്രത്തിൽ പോകണം? ഏത് തീർത്ഥസ്ഥാനത്തിലേക്ക് പോകണം? എവിടെ ചെന്ന് തപസ് ചെയ്യണം? ഒന്നും വേണ്ട. നല്ലപോലെ മനസ്സിനെ ശുദ്ധമാക്കി, ബുദ്ധിയെ സൂക്ഷ്മമാക്കി, ഒരിടത്ത് ക്ഷമയോടുകൂടിയിരുന്ന് നിഷ്ഠാപൂർവം തത്വവിചാരം ചെയ്ത് ധ്യാനിച്ച് മനസ്സിലാക്കിയാൽ മതി. മായാമാത്രാണി വിജ്ഞായ തദ്ദ്രഷ്ടാരം പരം സ്മരേത്. ഈ ജാഗ്രത എന്ന് പറയുന്നത് വന്നു പോണു, സ്വപ്നം എന്ന് പറയുന്നത് വന്നു പോണു, സുഷുപ്തി എന്ന് പറയുന്നത് വന്നു പോണു. വരാത്തതും പോകാത്തതുമല്ലാതെ അങ്ങനെ വന്നു പോകുന്ന അവസ്ഥകളെ മുഴുവൻ വിട്ടാൽ അവിടെ വരാത്തതും പോകാത്തതുമായ വല്ലതും ഉണ്ടോ? ഒന്നുണ്ട്. അതെന്താ? അതാണ് ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ എണീറ്റു, എണീറ്റതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു, വീണ്ടും കിടന്നുറങ്ങി എന്ന് പറയുന്ന ഒരു ദ്രഷ്ടാവുണ്ടല്ലോ, എല്ലാറ്റിനെയും കാണുന്നവൻ. ആ ദ്രഷ്ടാരം പരം സ്മരേത്. അതാണ് ഇവിടെ പരമമായിട്ടുള്ളത്, അങ്ങേയറ്റം ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭമോ നേട്ടമോ പ്രയോജനമോ ഉണ്ടാവൂ എന്ന് വിചാരിച്ച് പൂർണ്ണ മനസ്സോടെ, ഹൃദയത്തോടെ, ആവേശത്തോടെ, ഉത്സാഹത്തോടെ, ഉഗ്രതയോടെ, ഊക്കോടുകൂടി ആ ദ്രഷ്ടാവിനെ ആശ്രയിക്കണം.